സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിലെ പ്രത്യേക ഓഫീസിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുന്നത് എന്നാണ് വിവരം. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടും പദ്ധതികളുമായി ബന്ധപ്പെട്ടും പുതിയ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്തകൾക്കിടെയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കേരളത്തിലെ ക്രമസമാധാന പാലനം, അതുപോലെയുള്ള നടപടികൾ, വ്യാപാര വ്യവസായ രംഗത്തെ പുരോഗതി തുടങ്ങിയവ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പെടുത്തു. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണാനായി വി.ഡി. സതീശൻ എത്തുന്നത്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഒക്കെ തന്നെ വി.ഡി. സതീശൻ പങ്കെടുത്തിരുന്നു. ഇന്നോ നാളെയോ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുത്ത വിവരം AICCയിൽ നിന്ന് ഔദ്യോഗികമായി അറിയും എന്നാണ് കരുതുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് കേരളത്തിന്റെ ഭാവി സംബന്ധിച്ചും കേരളത്തിന്റെ സാമ്പത്തിക നില സംബന്ധിച്ചും ചർച്ചകൾ നടത്താൻ ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ ചർച്ചകളായിരിക്കും നടക്കുക എന്ന് വി.ഡി. സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആശംസകളും സഹകരണവും നേർന്നുകൊണ്ട് സന്ദേശം അയച്ചിരുന്നു. ഇന്ന് പ്രധാനമന്ത്രിയെ കാണുന്ന വി.ഡി. സതീശൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. കേന്ദ്രവുമായി സഹകരിച്ച് തന്നെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കേരളം തീരുമാനിച്ചിരിക്കുന്നത് എന്നും വി.ഡി. സതീശൻ അറിയിക്കുന്നു. കേരളത്തിന് എല്ലാവിധ സഹകരണവും സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയും വി.ഡി. സതീശന് ഉണ്ട്. മാത്രമല്ല, നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ടും ബുധനാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനമായും കേരളത്തിലേക്കുള്ള ധനസമാഹരണം, വിവിധ പദ്ധതികൾ, സാമ്പത്തിക സഹായങ്ങൾ, കടമെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ തുടങ്ങിയവയായിരിക്കും നാളെ നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തുക. മറ്റന്നാൾ ക്രമസമാധാന പാലന രംഗത്തെ, അതുപോലെ തന്നെ പോലീസിലെ പുതിയ നടപടികൾ, മറ്റ് നിയമപരമായ ഇടപെടലുകൾ, കേന്ദ്രത്തിന്റെ മറ്റ് സഹായങ്ങൾ, ഇന്റലിജൻസ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മറ്റന്നാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി.ഡി. സതീശൻ ചർച്ചകൾ നടത്തും. സമ്പൂർണ്ണമായി കേന്ദ്രവുമായി സഹകരിച്ച് തന്നെ മുമ്പോട്ട് പോകാനാണ് വി.ഡി. സതീശൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പിണറായി വിജയൻ സർക്കാർ പലപ്പോഴും കേന്ദ്രവുമായി ഒരു ഉടക്ക് സമീപനമാണ് പാലിച്ചിരുന്നത്. കേരളത്തോട് കേന്ദ്രത്തിന് ചിറ്റമ്മ നയമാണ് എന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പല ആവർത്തി പറഞ്ഞിരുന്നു. എന്നാൽ വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ് കേന്ദ്രവുമായി തുടക്കത്തിലെ വി.ഡി. സതീശൻ സർക്കാർ സ്വീകരിക്കുന്നത് എന്നത് കേരള ജനതയ്ക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ന് പ്രധാനമന്ത്രിയെ കാണുന്ന മുഖ്യമന്ത്രി അതിനുശേഷം മാധ്യമങ്ങളെ കാണുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ബുധനാഴ്ച ആഭ്യന്തരമന്ത്രിയെ കണ്ട ശേഷം നാട്ടിൽ മടങ്ങിയെത്തി അദ്ദേഹം ഇക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.